പോലീസിന്റെ തലപ്പത്തെങ്ങാനും ആരെങ്കിലും ഉണ്ടെങ്കിലേ അവരെ പിടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ പ്രശ്നമാണ്. ആന്റി, കാര്യം എന്താന്ന് വെച്ചാ പറ. CKS ഇപ്പോ ഏവനെ വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ ജയിലിലുണ്ടെന്നാ വർത്താനത്തിൽ നിന്ന് എനിക്ക് തോന്നിയത്. ഇന്ന് രാത്രി ഗൗതമിനെ കൊന്നിരിക്കണമെന്ന് പറഞ്ഞ് അവനെ വിരട്ടുവാ. മോളെ സൂക്ഷിക്കണം. അവന്റെ പേര് CKS പറയുന്നുണ്ടായിരുന്നു. എന്തോ സാബു എന്നാ പറഞ്ഞത്. ഒരു ഉടുമ്പ് സാബു എന്നാണോ പറഞ്ഞത്? ആ അതന്നെയാ. അല്ല, മോൾക്ക് അവന്റെ പേരെങ്ങനെ അറിയാം? അവന്റെ കാര്യം ഗൗതം തന്നെ എന്നോട് പറഞ്ഞത്. എന്ത് പറഞ്ഞു? ആന്റി ധൈര്യമായിട്ടിരിക്കെ. ഉടുമ്പ് സാബുവിന് ഗൗതമിനെ ഒന്നും ചെയ്യില്ല. അയാൾ ഇപ്പൊ ഗൗതമിന്റെ പക്ഷത്താ. അല്ല നിധി, സാബു CKSയുടെ ആളല്ലേ? പിന്നെങ്ങനെയാ? ഗൗതമിനെ കൊല്ലാൻ വേണ്ടി ജയിലിലേക്ക് അയച്ചൊരു ഗുണ്ടയാ ഈ ഉടുമ്പ് സാബു. പക്ഷെ അവിടെ വെച്ച് സാബുവിനെ വേറൊരാൾ കൊല്ലാൻ നോക്കിയപ്പോ ഗൗതമാ അയാളുടെ ജീവൻ രക്ഷിച്ചത്. പേടിക്കാനൊന്നുമില്ല ആന്റി. കുറച്ചു നേരത്തെ ഗൗതം വിളിച്ചു പവിത്രന്റെ വീട് എവിടെയാണെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥന്റെ ഫോണിൽ നിന്നാ ഗൗതം വിളിച്ചത്. പവിത്രൻ ആരാണെന്നും വീട് എവിടെയാണെന്നും ഒക്കെ ഗൗതമിന് പറഞ്ഞു കൊടുത്തത് ഈ ഉടുമ്പ് സാബുവാ. ദൈവമേ, നീ എന്റെ കൂടെയാ. അല്ലെങ്കിൽ കൊല്ലാൻ ചെന്നവൻ തുണയായി മാറുവോ? ആ ആന്റി, എനിക്ക് സമയമില്ല. ഞാൻ ഗൗതം പറഞ്ഞു തന്ന അടയാളം വെച്ച് പവിത്രന്റെ വീട് തപ്പി ഇറങ്ങിയതാ. ഞാനൊന്ന് അങ്ങോട്ട് പോട്ടെ, കുറച്ചു ദൂരം പോവാനുണ്ട്. എനിക്ക് തിരിച്ച് ഓഫീസിലേക്ക് കയറണമായിരുന്നു, അല്ലെങ്കിൽ ഞാനും കൂടി വരായിരുന്നു. ഏയ് അതൊന്നും വേണ്ട. അമ്മ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിവാക്കിയതാ. അല്ലെങ്കിൽ കുഴപ്പമില്ല. പവിത്രനെയും പവിത്രന്റെ വീടും ഒക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാ പിന്നെ ഞാൻ എന്തിനാ CKSയുടെ ഓഫീസിൽ പോകുന്നത്? ഞാനും കൂടി വരാം മോളെ. വേണ്ട ആന്റി, തൽക്കാലം അതിന്റെ CKSയുടെ ഓഫീസിലേക്ക് തന്നെ തിരിച്ചു വയ്ക്കും. ഞാനിപ്പോ പോകുന്നതേ അവന്റെ വീടൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനാ. എന്നിട്ട് നമുക്ക് എന്താന്ന് വെച്ചാ ആലോചിക്കാം. ഞാൻ പൊയ്ക്കോട്ടെ, സമയമില്ല. ആ എങ്കിൽ സമയം കളയണ്ട, മോള് വേഗം പൊയ്ക്കോ. ചെല്ലേ. ശരി ആന്റി. പോകാം. ശരി. ഗൗതം എന്നാ അവന്റെ പേര്. ഒരു കേസിലകപ്പെട്ട് ഇപ്പൊ സബ് ജയിലിലുണ്ട്. ഇപ്പൊ റിമാൻഡ് ചെയ്തിരിക്കാം. ഒരുത്തനെ ഞങ്ങൾ ജയിലിലേക്ക് അയച്ചതാ. ഉടനടി തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു പോയിട്ട് ദിവസം എത്രയായി? നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? 10 ലക്ഷം ഓഫറുണ്ട്. അതൊന്നും എനിക്കറിയില്ല. 10 ലക്ഷം രൂപയാ തരുന്നത്. റിസ്ക് നീ തന്നെ ഏറ്റെടുക്കണം. പിന്നല്ലാതെ ജയിലിനകത്ത് ചെന്നാലല്ലേ ഗൗതമിനെ കൊല്ലാൻ പറ്റൂ. ആ ശരി ശരി, നീ ആലോചിച്ചിട്ട് വിളിച്ചാ മതി. വെറുതെ സമയം കളയരുത്. നീ ആരെയാ വിളിച്ചത്? എന്താ? കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. ആ ഉടുമ്പ് സാബുവിനെ ഇതേ കാര്യത്തിനല്ലേ ജയിലിലേക്ക് അയച്ചത്? എന്നിട്ട് ദിവസം ഇത്രയായിട്ടോ അവൻ എന്തുണ്ടാക്കി? 10 ദിവസത്തെ സാവകാശമാ കോടതി ഗൗതമിന് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്. ആ നിധിയാണെങ്കിൽ ഏത് വിധേനയും പവിത്രനെ കണ്ടുപിടിക്കുമെന്ന് ഉറപ്പിച്ച് പല വഴിക്ക് വല വിരിച്ചിരിക്കുക. അവളെങ്ങാനും പ്രണവിനെ കണ്ടെത്താനുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. 2 എണ്ണത്തിനെയും കൂടി ഒറ്റ വിലങ്ങിൽ പൂട്ടിക്കൊണ്ടു പോകും പോലീസുകാര്. വരാൻ പോകുന്ന ആ ദൃശ്യം ആലോചിച്ചിട്ട് എനിക്ക് തല പുകഞ്ഞിരിക്കുക. നീ വെറുതെ ടെൻഷൻ ആവാതിരിക്കും. നിധി ഇനി 7 ജന്മം ജനിച്ചാലും പവിത്രനെയും കണ്ടുപിടിക്കില്ല, പ്രണവിനെയും കണ്ടുപിടിക്കില്ല. വെറുതെ അവളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ CKC. ഇങ്ങനെ കരുതി അവളുമായി കൊമ്പ് ഓർക്കാൻ പോയിട്ട് ഒന്നല്ല പല വട്ടം ആ തോറ്റു തുന്നം പാടിയത്. എനിക്കിനി തോക്കാൻ വയ്യ. എന്തെങ്കിലും ഒരു വീഴ്ച പറ്റി കേസ് നമ്മളെ നേർക്ക് തിരിഞ്ഞ അവള് ജയിലിൽ വന്ന് കണ്ട് പുച്ഛിച്ച് ചിരിച്ചിട്ട് ഇറങ്ങി പോവും. അറിയാലോ നിധിയുടെ സ്വഭാവം. അത്രയൊന്നും എത്തിക്കില്ല ഞാൻ. അതിനു മുന്നേ ഉടുമ്പ് സാബു ഗൗതമിനെ തീർക്കും. ഫോണും കൊടുത്തില്ല അവനെ ജയിലിലേക്ക് വിട്ടത്. എന്നിട്ട് ഇതുവരെ ഒരു കോളെങ്കിലും ചെയ്ത് എന്തെങ്കിലും പറഞ്ഞോ അവൻ? ഒരു തവണയെങ്കിലും നിങ്ങൾ അവനെ വിളിച്ച് എന്തായെന്ന് ചോദിച്ചോ? ഇല്ല. എല്ലാ വിഷയങ്ങളും CKC കാണിക്കുന്ന അതേ ഉദാസീനത ഇതിലും കാണിക്കുന്നുണ്ട്. തോൽക്കുന്നതുവരെ ഇത് നിങ്ങൾ തുടരുകയും ചെയ്യും. ഞാനിപ്പോ എന്താ ജോലി വേണ്ടത്? നിങ്ങൾ വിളിക്കാവനെ, എന്നിട്ട് ഫോണിങ് താ, ഞാൻ സംസാരിക്കാം അവനോട്. സാബു ജയിലിൽ കിടക്കുക, അങ്ങനെ വിളിക്കാനൊന്നും പറ്റില്ല. സൗകര്യം നോക്കി അവൻ ഇങ്ങോട്ട് വിളിക്കാനല്ലേ നമ്മൾ ഫോൺ കൊടുത്തേക്കുന്നത്. വിളിക്കാൻ പറഞ്ഞാൽ വിളിക്കണം, പറ്റുമോ ഇല്ലയോ? ശരി, ഞാൻ വിളിക്കാം. എന്തു പറ്റിയേട്ടായി? ഫോൺ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആരോ വിളിക്കുക. ആ CKC സാർ ആയിരിക്കും. ചേട്ടായി മാറി നിന്ന് അറ്റൻഡ് ചെയ്യും.
ബെല്ലുണ്ടോ? റിങ് ചെയ്യുന്നുണ്ട്. ആ എനിക്ക് ഫോണിങ്ങിതാ. ആ. കട്ടായി, ഒന്നുകൂടെ ഡയൽ ചെയ്തേ. അവനെ എടുക്കാൻ പറ്റാത്ത എന്തെങ്കിലും സാഹചര്യത്തിലായിരിക്കും. നിങ്ങൾ ഡയൽ ചെയ്ത് ഇങ്ങോട്ട് താ. ഹലോ സാർ. സാറല്ല, മാഡം ആണ്, ജ്യോതിർമയി. എന്താ 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 മാഡം? ഗൗതമിനെ കൊന്നു തരാന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപയെ ഉറപ്പിച്ച് ജയിലിലേക്ക് പോയ നീ ഇപ്പൊ എന്നോട് ചോദിക്കുന്നു എന്താ മാഡോന്ന്. നിന്നെ അവിടെ സുഖവാസത്തിന് അയച്ചതല്ല, അറിയാലോ. ആ ഗൗതമിന്റെ ഭാര്യ ഇവിടെ പവിത്രനെ അന്വേഷിച്ച് നടക്കുക. അവനെങ്ങാനും കുടുങ്ങിയ പിന്നെ നിന്റെ കൂടെ അവിടെ കിടക്കാൻ ഒരാൾ കൂടി വരും. CK ചന്ദ്രബോസ് എന്ന നിന്റെ ബോസ്. നീ ഇങ്ങനെ മൗനവ്രതം എടുത്ത് നിന്നിട്ട് ഒരു കാര്യമില്ല. വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറയും. പ്രണവിനെ തട്ടിക്കൊണ്ടുപോയത് ഞങ്ങൾ എങ്ങാനാണെന്ന് പുറത്തറിഞ്ഞ പിന്നെ ഒരു വിധത്തിലും തലയൂരാന്നുള്ള പ്രതീക്ഷയില്ല. ശിവാനി ഇല്ല ഇവിടെ. അവള് പുറത്തു പോയിരിക്കുക. ആ നിനക്കെന്താ പറ്റിയത് അത് പറ. അതോ നീ ആ ദൗത്യം ഉപേക്ഷിച്ചോ? അതല്ല മാഡം, ഒരു അവസരം ഒത്തു കിട്ടണ്ടേ. ഇത് ജയിലാണ്. ജയിലാണെന്ന് അറിഞ്ഞോണ്ടല്ലേ നീ അങ്ങോട്ട് പോയത്. അത്തരം ന്യായങ്ങളൊന്നും നീ പറയണ്ട. നടക്കോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാ മതി. മാഡം, എനിക്ക് ഒരു ദിവസത്തെ സമയം കൂടി താ. അതിനുള്ളിൽ ഞാൻ അവനെ തീർത്തു തരാം. ഞങ്ങളെ പറഞ്ഞു പറ്റിച്ച് അവിടെ അങ്ങ് കഴിഞ്ഞുകൂടാന്നാണ് നിന്റെ ഉദ്ദേശമെങ്കിലേ അത് നടക്കാൻ പോകുന്നില്ല സാബു. ആജീവനാന്ത ശിക്ഷയൊന്നും വാങ്ങിയിട്ടല്ലോ നീ അകത്തേക്ക് പോയിരിക്കുന്നത്. എന്നെങ്കിലും നീ പുറത്തിറങ്ങും, അത് ഓർമ്മ വേണം. ഓക്കെ. ഇനി ഒരു ന്യായം എനിക്ക് കേൾക്കണ്ട. ജ്യോതി, ശിവാനി വരുന്നുണ്ട്. ഞാൻ ഒരിക്കലും മാഡത്തിനെയും സാറിനെയും ചതിക്കില്ല. ഇനി കൊലക്കുറ്റം ഏറ്റെടുക്കേണ്ടി വന്നാലും ശരി, ഗൗതമനെ ഞാൻ കൊല്ലും, അത് ഉറപ്പ്. എന്നാ സാബു ശരി, നീ ഫോൺ വെച്ചോ. ശരി ശരി മാഡം. ആ കൂടുതൽ ന്യായമൊന്നും നീ പറയണ്ട. പ്രണവ് എന്റെ മോനായി ജനിച്ചില്ലെന്നേ ഉള്ളൂ. അവനെ തട്ടിക്കൊണ്ടു പോയാനാ ഗൗതം. നിയമം കൊണ്ടല്ല അവനെ ഞാൻ നേരിടാൻ പോകുന്നത്, കൈക്കരുത്തുകൊണ്ടാ. വലിയ ഉടുമ്പ് ശാപമാണെന്നൊക്കെ പറഞ്ഞ് എന്റെ മോള് ശിവാനിയോട് നിന്നെക്കുറിച്ച് ഞാൻ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? എന്നിട്ട് ഇതുവരെ ഗൗതമിന് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? മതി ജ്യോതിർമയി, നിർത്ത്. നാളെ ഒരു ദിവസം കൂടി ഞാൻ നിനക്ക് തരും സാബു. അതിനുള്ളിൽ ഗൗതമിന്റെ മരണ വാർത്ത ഞാൻ അറിഞ്ഞിരിക്കണം. നീ ഫോൺ വെക്കേ. നീ വെറുതെ അവനെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. സാഹചര്യം ഒത്തു